പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 മാർച്ച് മാസം 9-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് 34-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമ്മോട് ദൈവം ഇടപെടുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്നാണ്. എപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയം നുറുങ്ങുന്നത് എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ ഇനി അവനെ രക്ഷിപ്പാൻ, അവനെ സഹായിക്കാൻ ആരുമില്ല എന്ന് തോന്നുമ്പോഴാണ്. പറഞ്ഞവർ പലരും വാക്കുമാറി അവൻ്റെ വിഷയത്തിൽ നിന്ന് അവരകലുമ്പോൾ അവൻ ഹൃദയ നുറുക്കത്തിലേക്ക് വരും. ഇനി എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാൻ പറ്റാതെ, ഇനി ആരെ സഹായിക്കും എന്നറിയാൻ പറ്റാതെ. എന്നാൽ ഇതാ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ഹൃദയ നുറുക്കത്തോടെ ഈ പ്രഭാതത്തിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഇനി എനിക്ക് മുമ്പോട്ടൊരു വഴിയില്ല, എൻ്റെ ജീവിതം എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പോലെ, ഹല്ലേലൂയ. അതേപോലെ തന്നെ മനസ്സ് തകരുകയും ഹൃദയം നുറുങ്ങുകയും ചെയ്യുന്നത് ലോകപ്രകാരം നാം ശ്രദ്ധിക്കുമ്പോൾ 2 വിഷയത്തിനകത്തായിരിക്കും. ഒന്നാമത്തത്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു, ഇനി ഒരു വഴിയുമില്ല, എല്ലാം തീർന്നു എന്ന് ഒരു മനുഷ്യന് തോന്നുമ്പോൾ അവൻ്റെ മനസ്സ് തകരുകയാണ്, ഹൃദയം ഭയങ്കരമായി ഭാരപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. രണ്ടാമത്തത്, വേർപാടുകളുടെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും അടുത്ത ഹല്ലേലൂയ സ്വന്തക്കാർ, അല്ലെങ്കിൽ അമ്മയോ അപ്പനോ ഭാര്യയോ ഭർത്താവോ നിങ്ങളെ വിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ മനം തകർന്നു പോകുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ വരും. പക്ഷേ ദൈവത്തെ ഒരാൾ തിരിച്ചറിഞ്ഞാൽ കല്ലറ കൊണ്ട് അവസാനിക്കുന്ന ബന്ധമല്ല, ദൈവവുമായിട്ടുള്ളതാ. ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ എൻ്റെ കർത്താവ്, ഹല്ലേലൂയ. യേശുവിൻ്റെ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ദൈവത്തോട് കരഞ്ഞോട്ട് ചോദിച്ചിട്ടുണ്ട്, ഈ ലോകത്തിൻ്റെ അവസാനം വരെ മാത്രമാണോ നീ എൻ്റെ കൂടെ ഉള്ളത്? ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങൾക്കും കല്ലറ വരെ നമ്മുടെ കൂടെ വരാൻ കഴിയത്തുള്ളൂ. എന്നാൽ കല്ലറയ്ക്കും അപ്പുറത്തായി ഈ ലോകത്തിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, അടുത്ത ലോകത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ നാം അവൻ്റെ കൂടെയാണ്. എന്നെ കേൾക്കുന്നവരെ, ഇതൊരു പിരിയ ബന്ധമാണ്, ആർക്കും മാറ്റാൻ കഴിയാത്ത ആഴമേറിയ അടിച്ചുറപ്പുള്ള ബന്ധം. യേശുവിനെ ആശ്രയിക്കാൻ പറ്റുന്നവർ അവൻ കൈവിടുന്നവനല്ല കേട്ടോ. നിന്റെ ഏതെല്ലാം വിഷയങ്ങൾ അവൻ നിന്റെ കൂടെ നിൽക്കും. ഒന്നുകൂടെ ഒരു ആഴം പറയാം കേട്ടോ. മനുഷ്യൻ അകലുമ്പോൾ, സാഹചര്യങ്ങളെല്ലാം വിരോധമാകുമ്പോൾ, നീ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമെങ്കിൽ അവൻ നിനക്ക് അടുത്തു നിൽക്കുന്നത് കാണാൻ പറ്റും. നിന്റെ എല്ലാ വിഷയത്തിനകത്തും അവൻ നിന്നെ കരം പിടിക്കുന്നത് കാണാൻ പറ്റും. എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഒരു വാക്യം ഞാൻ വേഗത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 147-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കും. ചില വിഷയങ്ങളിൽ ഇനി നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലെന്ന് തോന്നും, ഹല്ലേലൂയ. ആ വിഷയത്തിനകത്തെല്ലാം നമ്മൾ തകർന്നെന്ന് തോന്നുമ്പോഴും ഒരാണിപ്പാടുള്ള കരം നിന്നെ ഈ പകൽ സ്പർശിക്കാൻ പോവുകയാണ്. നിന്നെ അവൻ സൗഖ്യമാക്കും. അതേപോലെ തന്നെ അവരുടെ മുറിവുകളെ അവൻ കെട്ടുമെന്നാണ് പറയുന്നത്. മനുഷ്യന് ഉണക്കാൻ പറ്റാത്ത,
പുറമെ ഉണക്കാൻ പറ്റാത്ത മുറിവുകളുണ്ട്. മരുന്ന് വെച്ച് അല്ലെങ്കിൽ ഡോക്ടർമാർ തരുന്ന മെഡിസിനകത്ത് കരിയുന്ന മുറിവുകളുണ്ട്. പക്ഷേ അകത്ത മുറിവുകൾ കരിയണമെന്നില്ല. പക്ഷേ യേശുവിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നാൽ അവൻ നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ്. നയിലെ വിധവയുടെ കണ്ണുനീര് തുടച്ച് അവൾക്ക് വേണ്ടി പുത്തൻ വഴിയെ തുറന്നൊരു കർത്താവുണ്ട്. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, തീമായിയുടെ മകനായ ഭൃത്യമായി അപ്പൻ്റെ പേരിൽ അറിയപ്പെട്ടവൻ, അമ്മയുടെ ഉദരം മുതൽ കുരുടനായി പോയ മനുഷ്യൻ, ആരെയും കാണാൻ പറ്റാത്തവൻ, അവൻ്റെ ഏറ്റവും വലിയ നിലവിളി ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്നാണ്. ലോകം മുഴുവൻ അവന് വിരോധമായി നിൽക്കുമ്പോഴും അവൻ നിലവിളിച്ചു, എന്നോട് കരുണ തോന്നണമേ. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്ന ചിലവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആഴമേറിയ കരുണയുടെ കരം വെളിപ്പെടാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിനക്ക് സമീപസ്ഥനാണ്. എൻ്റെ ദൈവം നിന്നെ കൈവിടാത്തവനാണ്. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നവൻ. ഒരുപക്ഷെ അവൻ അപ്പൻ കാണാം, അമ്മ കാണാം, അവന് സഹോദരി സഹോദരന്മാർ കാണാം, അവന് ഭാര്യ കാണാം, മക്കൾ കാണാം. പക്ഷെ ഇപ്പം യേശുവിനോട് പറയുന്നൊരു പദമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. രോഗി അവനോട്, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഒരുമിച്ചൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? രോഗി അവനോട്, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ സഹായിക്കാൻ എൻ്റെ അപ്പനോ എൻ്റെ അമ്മയോ എൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് ആരുമില്ല. ആയതിനാൽ എനിക്ക് മുമ്പേ ഒരാൾ സൗഖ്യം കൊണ്ടുപോവുകയാണ്. ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കിനി ആരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സർവശക്തൻ്റെ കരം നീളുകയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ എന്നെ നോക്കി ഓരോ ദിവസവും പറയുന്ന ഏറ്റവും വലിയ വാക്യമാണ്, അല്ലെങ്കിൽ ദൈവശബ്ദമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ പ്രഭാതത്തിൽ ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ദൈവം അയച്ച വിളിയെ തികയ്ക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരൊരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയണം, എൻ്റെ കർത്താവ് കൈവിടുന്നവനല്ല. ഹല്ലേലൂയ. യേശാവ് 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ കരം എന്താണെന്ന് കണ്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമ്മുടെ ദൈവം താങ്ങുന്നവനാണ്. ഭയപ്പെടേണ്ടെന്ന് നമ്മോട് ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ സെക്കൻഡുകളും പറയുന്നവനാണ്. ശക്തീകരിക്കുന്ന, താങ്ങുന്ന ആ വലിയവനായ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. വാക്കുമാറാത്തവൻ, ലോകത്തിൻ്റെ അവസാനത്തോളം എപ്പോഴും നമ്മുടെ കൂടെയുള്ളവൻ. ഈ ലോകത്തുള്ള ബന്ധങ്ങൾക്ക് നിങ്ങളുടെ ICUയിൽ വരാൻ കഴിയത്തില്ല, നിങ്ങൾ വെന്റിലേറ്ററിലായാൽ വരാൻ കഴിയത്തില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, നിങ്ങളുടെ അനർത്ഥങ്ങളിൽ, നിങ്ങളുടെ വിഷമങ്ങളിൽ, നിങ്ങളുടെ ഏകാന്തതയിൽ ഈ ലോകത്തിലെ ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ ഈ പകൽ സർവശക്തൻ്റെ ആണിപ്പാടുള്ള കരം നിന്നെ സ്പർശിക്കാൻ പോകുകയാണെന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കൈവിടാത്ത ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ അങ്ങയുടെ മക്കളെ തൊടണമേ. എൻ്റെ ദൈവം സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരം വെളിപ്പെടണമേ. അപ്പ അത്ഭുതങ്ങളിലേക്ക് നടക്കണമേ. ഇവരുടെ ജീവിതത്തിനകത്ത് ഒറ്റപ്പെടലും വേദനയും കർത്താവേ, ഹല്ലേലൂയ, ആരുമില്ല എന്നുള്ള തോന്നലുകളും ഈ പ്രഭാതത്തിൽ അങ്ങ് നീക്കണമേ. അപ്പ വ്യക്തിപരമായി ഈ മക്കളെ അങ്ങ് സ്പർശിക്കണമേ. യേശു സ്പർശിച്ചു കഴിഞ്ഞതായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ, നിങ്ങളെ അധികത്തിൽ ഉപയോഗിക്കട്ടെ. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ കൂടുതൽ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.